Hi guys, അപ്പോൾ ഇന്ന് നമ്മൾ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പള്ളിയിൽ നിന്നിട്ട് നിൽക്കാൻ കഴിക്കേണ്ടി വരും. ഹലോ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫാസ്മിന സക്കീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആളുടെ പേര് പറഞ്ഞാൽ അറിയുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുക തുപ്പിൻ്റെ പഴയ കാമുകയായിരുന്നു ഈ ഫാസ്മിന സക്കീർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി. അപ്പോൾ ഇവര് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബ്രേക്കപ്പ് ആവുകയും ഈ കുട്ടി വേറൊരു റിലേഷൻഷിപ്പിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലല്ലു പറഞ്ഞിട്ടുള്ളൊരു ചെക്കനുമായിട്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പും നിക്കാഹും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ കുറച്ച് ഇഷ്യൂസൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ലല്ലു എന്ന് പറയുന്നവരുടെയും ഫാസ്മിനാൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അല്ല നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരുടെ നിക്കാഹുമായി ബന്ധപ്പെട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ഫാസ്മിന ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പള്ളി നിക്കറിട്ട് നിൽക്കാൻ കഴിക്കേണ്ടി വരും. നിക്കാഹിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു നാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. അത് കഴിഞ്ഞ് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സിന് ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീടെത്തി ഗൈസ്. അപ്പോൾ ഞാൻ കളിക്കുന്നൊരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചാൽ എൻ്റെ ബയോയിൽ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ഇന്ന് മൈൻസ് എന്ന് പറയുന്ന ഗെയിമാണ്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഗെയിം ഇൻ ദിസ്. അപ്പോൾ മൈൻസ് നമ്മൾ വെറുതെ കോയിൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈസ കിട്ടും. ഇഷ്ടംപോലെ പൈസ എങ്ങനെ പെട്ടെന്ന് കിട്ടാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് വെരി ഈസി ടു പ്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും കളിക്കുക. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് ആൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആൾ ഇട്ടിട്ടുള്ളത് നിക്കാഹിന് അവരുടെ ഫാമിലിയോടെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ ക്യാഷ് കിട്ടിയ ഒരു വഴിയാണ് ആൾ പറഞ്ഞിരുന്നത്. അതായത് ഒരു ഗെയിം കളിച്ചിട്ടാണ് ആൾക്ക് നിക്കാഹിന് ഡ്രസ്സ് എടുക്കാനുള്ള ക്യാഷ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, ഫാസ്മിനയ്ക്ക് മാത്രമല്ല, ഫാസ്മിൻ്റെ സിസ്റ്റർക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ക്യാഷ് കൂടെ കിട്ടിയത് ഈ ഗെയിം കളിച്ചിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഗെയിം എന്ന് പറയുന്നത് ഉഡായിപ്പ് ഗെയിംസ്. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് അത് കളിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പൈസ പോണ ഉഡായിപ്പ് ഗെയിമുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു പ്രൊമോഷൻ ചെയ്ത് ഫാസ്മിന വീഡിയോ ചെയ്യുന്നതും അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നതും. ഫാസ്മിന ഒരിക്കലും ഗെയിം കളിച്ചിട്ടല്ല ക്യാഷ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡെമോ വീഡിയോസ് നമ്മളെ കാണിച്ച് മലയാളികളെ പറ്റിച്ചിട്ടാണ് ഫാസ്മിന ക്യാഷ് ഉണ്ടാക്കുന്നത്. ഈ ഫാസ്മിന ഈ ഒരു ഗെയിം ആപ്പിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഫാസ്മിനയ്ക്ക് കിട്ടുന്നത് 50,000-ന് മുകളിൽ ഉള്ള ഒരു എമൗണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ ഫാസ്മിനയ്ക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ഈ ഫാസ്മിന നമ്മളുടെ മുമ്പിൽ ഒരു ഡെമോ, അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡെമോ മാത്രമാണ് കളിച്ച് കാണിക്കുന്നത്. അല്ലാണ്ട് ഒറിജിനലായിട്ട് അവർ ഗെയിം കളിക്കുകയോ പൈസ നേടുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫാസ്മിന ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു, അതിലൂടെ ഫാസ്മിന ക്യാഷ് ഉണ്ടാക്കുന്നു. അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. ഫാസ്മിനയ്ക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോ ചെയ്യാം, വീഡിയോ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ മറ്റുള്ളവരെ പറ്റിക്കണ പരിപാടി അത് ചെയ്യുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുട്ടിയുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരുപാട് പേര് കാണുന്ന, അതായത് നമ്മളെപ്പോലുള്ള ഇഷ്ടപ്പെട്ട് കാണുന്നവരെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഈ ഫാസ്മിന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് ഓരോ പ്രൊമോഷനും ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുമ്പോൾ അത് കാണുന്ന, നമ്മളുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആളുകളോട് കുറച്ചെങ്കിലും ഒരു എത്തിക്സ് കാണിക്കണ്ടേ നമ്മൾ? പല യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസറും ഉണ്ട്. അവർക്ക് ഓരോ പ്രൊഡക്റ്റ് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴത്തേനും അവരത് യൂസ് ചെയ്ത്, പ്രൊഡക്റ്റ് കിട്ടി യൂസ് ചെയ്ത് അവർക്കൊരു റിസൾട്ടും സൈഡ് എഫക്റ്റും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പല യൂട്യൂബേഴ്സും അത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ഒരിക്കലും അങ്ങനെയല്ല. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു വെച്ചാൽ ആളുകളുടെ കളിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോണ ഉഡായിപ്പ് ഗെയിംസാണ് ഈ ഫാസ്മിന നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഒന്നും രണ്ടും അല്ല, 3ഉം 4ഉം ഗെയിംസാണ് ഫാസ്മിന പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഫാസ്മിനയ്ക്ക് ഗുണമുണ്ട്. കാണുന്ന അത് കണ്ട് വിശ്വസിച്ച് അതിൽ ആ ഒരു ഗെയിം കളിക്കാൻ തയ്യാറാവുന്നവരുടെ പൈസയാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന ക്യാഷ് കൊണ്ട് കല്യാണം നടത്താനും ഡ്രസ്സ് എടുക്കാനും നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇപ്പോൾ ഫാസ്മിന ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു, ഇത് കാണുന്നതിൽ കൂടുതലും ഇപ്പോൾ ചെറിയ കുട്ടികളടക്കം, ഒരു 13-14 വയസ്സുള്ള കുട്ടികളടക്കം ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട്.
1, 2, 3 പേരെങ്കിലും ഈ ഫാസ്മിനെ പറയുന്നത് വിശ്വസിച്ച് ഈ ഗെയിമിലേക്ക് പൈസ ഇറക്കിയിട്ടുണ്ടാകും. ഫസ്റ്റ് നമ്മൾ ക്യാഷ് ഇറക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഗെയിമിൽ കളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മുടെ ക്യാഷ് പോയാൽ ആരും ഉത്തരവാദിയില്ല. അതിന് നമ്മുടെ ക്യാഷ് പോയി നമ്മൾ മാത്രമാണ് ഉത്തരവാദി. അതിന് നമ്മുടെ ക്യാഷ് പോയി ഫാസ്മിനെ നമുക്ക് ക്യാഷ് തരുമൊന്നുമില്ല, അത് നമ്മളുടെ മാത്രമാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികളടക്കം ഒരുപാട് പേരാണ് ഈ വീഡിയോസ് കണ്ടിട്ട് അതിലേക്ക് ക്യാഷ് ഇറക്കാൻ നിൽക്കുന്നത്. അപ്പം മുമ്പും ഇതുപോലത്തെ ഗെയിം ഒരുപാട് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചെറിയ കുട്ടികളടക്കം ഗെയിം കളിച്ച് അച്ഛൻ്റെയും അമ്മൻ്റെയും ഫോണിൽ നിന്നും ഗെയിം കളിച്ച് അവരുടെ ക്യാഷ് മൊത്തമായി പോവുകയും അതുപോലെ തന്നെ കടബാധ്യതയിൽ എത്തുകയും സൂസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ എത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വഴിക്കാണ് ഫാസ്മിന ജനങ്ങളെ കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അങ്ങനെ ഒരു ഗെയിം കളിച്ച് ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് അത് കളിച്ച് ക്യാഷ് ഉണ്ടാക്കിയാൽ പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഫാസ്മിന. അതുപോലെ ഫാസ്മിന പറയുന്നുണ്ട്, ഞാൻ സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങിച്ചു, ഞാൻ ഈ ഗെയിം കളിച്ച് സ്വന്തമായി ഒരു ഫ്ലാറ്റ് എടുത്തു എന്നുള്ള, കൊച്ചിയിലെ ഒരു ഫ്ലാറ്റ് എടുത്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ആ വീഡിയോ നമുക്ക് കാണാം. ഫൈനലി ഞാൻ സ്വന്തമായിട്ട് ഫ്ലാറ്റ് എടുത്ത്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ്. കുറേ സാധനങ്ങളൊന്നും എനിക്ക് എടുക്കാൻ ടൈം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പറ്റിയ സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഒതുക്കാനുണ്ട്. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ റൂം ടൂർ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. ഇതെങ്ങനെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഗെയിം കളിച്ചിട്ടുള്ള പൈസ നിന്ന് മാത്രം ഉണ്ടാക്കിയതാണ്. കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഫാസ്മിന സ്വന്തമായ ഒരു ഫ്ലാറ്റ് എടുത്തു എന്നുള്ള കാര്യമാണ്. അതിൻ്റെ സത്യാവസ്ഥ വേറൊരു വീഡിയോയിലൂടെ പുറത്ത് വന്നിട്ടുണ്ട്. ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഫാസ്മിന സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ അവിടെ റെന്റിനാണ് താമസിച്ചത് എന്നുള്ളൊരു കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട്. ഞാനൊരു റൂം എടുത്ത് താമസിച്ചായിരുന്നു. ജഡ്ജി മുക്ക് തൃക്കാക്കരാണ് റൂം എടുത്തത്. അപ്പം അവിടെ റൂമിൻ്റെ റെന്റ് 15,000 ആയിരുന്നു. അപ്പം ഞാൻ അപ്പോൾ ഫാസ്മിന പൈസ കൊടുത്ത് സ്വന്തമായി വാങ്ങിച്ച ഫ്ലാറ്റിന് ഫാസ്മിന റെന്റ് കൊടുത്തിട്ടാണോ താമസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സ്വന്തമായി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതിലൂടെ തന്നെ ഫാസ്മിന പറഞ്ഞ കള്ളത്തരം നമുക്ക് മനസ്സിലാവാം. വീഡിയോ ചെയ്യുന്നവർക്ക് പല വഴികളിലൂടെയും ക്യാഷ് ഉണ്ടാക്കാം. ഇതിലൊക്കെ പോയി പെടുന്ന സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് അവരെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ ആപ്പും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ കാണുന്നവരോട് കുറച്ചെങ്കിലും എത്തിക്സ് പുലർത്താൻ ശ്രമിക്കുക.